വെൽക്കം ടു CSEB ആസ്പിറൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് KCS ആക്ടിലെ എസ്റ്റാബ്ലിഷ്മെൻറ്റുമായി ബന്ധപ്പെട്ട അമെൻമെൻറ്റിൻ്റെ ഭാഗമാണ് കേട്ടോ. അപ്പോൾ എസ്റ്റാബ്ലിഷ്മെൻറ്റുമായി കുറച്ച് അമെൻമെൻറ്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് ഇതുപോലത്തെ ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എസ്റ്റാബ്ലിഷ്മെൻ്റ് എന്ന് വെച്ചാൽ സെക്ഷൻ 8 ആണ് പറയുന്നത്. സെക്ഷൻ 80 നമ്മുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് മാറ്റേഴ്സും അങ്ങനത്തെ കാര്യങ്ങളും പിന്നെ പ്രൊമോഷൻസും, അതായത് ജോലി സംബന്ധമായ ധാരാളം കാര്യങ്ങൾ പറയുന്നത് സെക്ഷൻ 80 അറിയാം. സെക്ഷൻ 80, 80A, 80B, പിന്നെ 80BB, 80C, 80D, 80E അങ്ങനെയാണ് സെക്ഷനിൽ ഇത്രയും ഭാഗത്താണ് ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സെക്ഷൻ 80 ഓഫീസേഴ്സ് എക്സെട്ര ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഓഫീസേഴ്സുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് എന്ത്, സെക്ഷൻ 80 വരുന്നത് കേട്ടോ. അപ്പോൾ സെക്ഷൻ 80 ഒരു 10ഓളം സബ്സെക്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് പോയിന്റുകൾ പറഞ്ഞു വെച്ചിട്ടുള്ളത്. സെക്ഷൻ 80 ലോയിൽ ഒരു 10 സബ്സെക്ഷൻസ് ആയിട്ട് ഉൾക്കൊള്ളിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ അമെൻമെൻറ്റ് വന്ന ഭാഗം കുറച്ച് ഭാഗത്ത് മാത്രമേ അമെൻമെൻറ്റ് വന്നിട്ടുള്ളൂ കേട്ടോ. ഒന്നാമത്തെ സബ്സെക്ഷനിൽ പറയുന്നത് ദ ഗവൺമെൻറ് ഷാൾ ക്ലാസിഫൈ ദ സൊസൈറ്റീസ് ഇൻ ദ സ്റ്റേറ്റ് അക്കോർഡിംഗ് ടു ദെയർ ടൈപ്പ് ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ. എങ്ങനെയാണ് തരംതിരിക്കുക എന്നാണ് പറയണത്? ഗവൺമെൻറ് ഷാൾ ക്ലാസിഫൈ ദ സൊസൈറ്റീസിനെ ക്ലാസിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇൻ ദ സ്റ്റേറ്റ് അക്കോർഡിംഗ് ടു ദെയർ ടൈപ്പ് ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ. ടൈപ്പും ഫിനാൻഷ്യൽ പൊസിഷനും നോക്കിയിട്ടാണ് ഗവൺമെൻറ് ഈ രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻസ് നടത്തുന്നത് എന്നാണ് പറയണത്. ഗവൺമെൻറ് ആരെ കൺസൾട്ട് ചെയ്യും? രജിസ്ട്രാറിനെ കൺസൾട്ട് ചെയ്യും കേട്ടോ. ഗവൺമെൻറ് ഷാൾ ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദ രജിസ്ട്രാർ. സബ്സെക്ഷൻ 2 പറയുന്നത് രജിസ്ട്രാറെ കൺസൾട്ട് ചെയ്യും. എന്നിട്ട് ഫിക്സ് ഓർ ആൾട്ടർ ദ നമ്പർ ആൻഡ് ഡെസിഗ്നേഷൻ ഓഫ് ദ ഓഫീസേഴ്സ് ആൻഡ് സെർവൻസ് ഓഫ് ഡിഫറെൻറ്റ് ക്ലാസസ് ഓഫ് സൊസൈറ്റീസ് സ്പെസിഫൈഡ് ഇൻ സബ്സെക്ഷൻ 1. സബ്സെക്ഷൻ 1 എന്താ പറഞ്ഞിട്ടുള്ളത്? സബ്സെക്ഷൻ 1 പറഞ്ഞിട്ടുള്ളത് ടൈപ്പും ഫിനാൻഷ്യൽ പൊസിഷനും നോക്കിയിട്ടാണ് സൊസൈറ്റീസിനെ ക്ലാസിഫൈ ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ അപ്രകാരം ക്ലാസിഫൈ ചെയ്ത സൊസൈറ്റീസിലെ ഓഫീസേഴ്സിനെയും സെർവൻസിൻ്റെയും അല്ലെങ്കിൽ ഓഫീസേഴ്സിൻ്റെയും മറ്റ് എംപ്ലോയീസിൻ്റെയും ഡെസിഗ്നേഷനും എല്ലാം തീരുമാനിക്കുന്നത് ആരാണ്? ആൾട്ടർ ചെയ്യാനും ഒക്കെ ഗവൺമെൻറ്റാണ് തീരുമാനിക്കുന്നത്. പക്ഷേ ഗവൺമെൻറ് ആരുമായിട്ട്? കൺസൾട്ടേഷൻ വിത്ത് ദ രജിസ്ട്രാറുമായി ഒന്ന് കൺസൾട്ട് ചെയ്യും എന്ന് സബ്സെക്ഷൻ 2 പറഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ സബ്സെക്ഷൻ 3 പറയുന്നത് ഗവൺമെൻറ് മേക്ക് റൂൾസ് ഉണ്ടാക്കും. ഐദർ പ്രോസ്പെക്റ്റീവ്ലി ഓർ റെട്രോസ്പെക്റ്റീവ്ലി റെഗുലേറ്റിംഗ് എന്ത് ചെയ്യുന്നു? ക്വാളിഫിക്കേഷനും റെമ്യൂണറേഷനും അലവൻസസും കണ്ടീഷൻസും സർവീസസിൻ്റെ ഓഫീസേഴ്സിൻ്റെ എല്ലാ തരത്തിലുള്ള ഡിഫറെൻറ്റ് ക്ലാസ്സസിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള റൂൾസ് ആരാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ഗവൺമെൻറ്റാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കണം. പിന്നെ സെക്ഷൻ 80 സബ്സെക്ഷൻ 3A ഒരു ചെറിയ മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. സബ്സെക്ഷൻ 3A ചെറിയൊരു അമെൻമെൻറ്റ് വന്നിട്ടുള്ളത്. അമെൻമെൻറ്റ് എന്താ പറഞ്ഞു വെച്ചാൽ ആക്റ്റും റൂൾസും ഓർഡേഴ്സും ഒക്കെ എന്ത് തന്നെ പറഞ്ഞോട്ടെ, ബൈലോസും ഒക്കെ എന്ത് തന്നെ നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എന്ത് പറഞ്ഞാലും റിലേറ്റിംഗ് ടു ദ റിക്രൂട്ട്മെൻറ്റ് ആൻഡ് കണ്ടീഷൻസ്, റിക്രൂട്ട്മെൻറ്റും കണ്ടീഷൻസ് ഓഫ് സർവീസ് ഓഫ് ഓഫീസേഴ്സും സർവൻസ് ഓഫ് സൊസൈറ്റീസ് എക്സെപ്റ്റ് ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ദ സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ വാക്ക് പുതുതായിട്ട് കൂട്ടിച്ചേർത്തതാണ്. എക്സെപ്റ്റ് ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ദ സൊസൈറ്റീസ്. All appointments of officers and servants of the societies mentioned in the Schedule 1. Schedule 1 എന്താ പറഞ്ഞിട്ടുള്ളത്? Schedule 1 ഒരുപാട് പിന്നെ സ്ഥാപനങ്ങളുടെ പേര് പറഞ്ഞിട്ടുണ്ട്. ആ സ്ഥാപനങ്ങൾ എല്ലാം PSCക്ക് വിട്ടു എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിനെ കുറിച്ചിട്ടാണ് പറഞ്ഞു വന്നിരിക്കുന്നത്. ഷെഡ്യൂൾ 1 പോലെ വിച്ച് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് റിസോർട്ടഡ് ടു ഷാൾ ബി മെയ്ഡ് ഫ്രം എ ലിസ്റ്റ് ഓഫ് കാൻഡിഡേറ്റ്സ് ഫർണിഷ്ഡ് ബൈ ദ കേരള PSC. കേരള PSC നൽകുന്ന ലിസ്റ്റിൽ നിന്നുമാണ് നിയമനം. എക്സെപ്റ്റ് ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ദ സൊസൈറ്റി. ചീഫ് എക്സിക്യൂട്ടീവ് അങ്ങനെ വേണമെന്ന് പറയണില്ല കേട്ടോ. സെക്രട്ടറിയുടെ കാര്യം അങ്ങനെ ചീഫ് എക്സിക്യൂട്ടീവ് അങ്ങനെ പറയുന്നില്ല. ബാക്കി എല്ലാ അപ്പോയിൻമെൻറ്റ്സും ഓഫീസേഴ്സും മറ്റെല്ലാ ഓഫീസേഴ്സിൻ്റെ കാര്യങ്ങളും ഷെഡ്യൂൾ 1 സ്ഥാപനങ്ങൾ കേട്ടോ. ഷെഡ്യൂൾ 1 സ്ഥാപനങ്ങൾ PSC ഒരു ലിസ്റ്റ് ഉണ്ടാക്കും. എക്സാം എഴുതിയിട്ട് PSC ഒരു ലിസ്റ്റ് ഉണ്ടാക്കും. ആ PSC ഉണ്ടാക്കുന്ന ലിസ്റ്റ് അനുസരിച്ച് ബൈലോയിലും സെക്ഷനിലും റൂളിലൊക്കെ എന്ത് തന്നെ പറഞ്ഞിരുന്നാലും PSC ഉണ്ടാക്കുന്ന ലിസ്റ്റിൽ നിന്ന് മാത്രമേ മറ്റു ഉദ്യോഗസ്ഥരുടെ എക്സെപ്റ്റ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ദ സൊസൈറ്റീസ്
അവരെ നിയമിക്കാൻ പാടുള്ളൂ എന്ന് ഇപ്പോൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതൊന്ന് ഓർക്കുക. ദ അപ്പോയിൻമെൻറ്റ് ഓഫ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് അപ്പെക്സ് സൊസൈറ്റീസ് ഷാൾ ബി മെയ്ഡ് ബൈ ദ ഗവൺമെൻറ് ആഫ്റ്റർ ഫിക്സിംഗ് ക്വാളിഫിക്കേഷൻ. ഈ ചീഫ് എക്സിക്യൂട്ടീവ്, അതായത് അപ്പെക്സ് സൊസൈറ്റിയിലെ ചീഫ് എക്സിക്യൂട്ടീവ് ഉണ്ടല്ലോ, അവരുടെ അപ്പോയിൻമെൻറ്റ് എങ്ങനെയാണ്? അവരുടെ അപ്പോയിൻമെൻറ്റ് ഗവൺമെൻറ് ആണ് തീരുമാനിക്കുന്നത്. ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ഫിക്സ് ചെയ്യുന്നതും ആര് തന്നെയാണ്? ഗവൺമെൻറ് തന്നെയാണ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ കാര്യങ്ങൾ ചെറിയൊരു മാറ്റം വന്ന ഭാഗമാണ്. പിന്നെ മാറ്റം വന്നത് 80 സബ്സെക്ഷൻ 5 കേട്ടോ പറഞ്ഞത്. 80 സബ്സെക്ഷൻ 5 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാൻഡിക്യാപ്ഡ് പേഴ്സൺസിൻ്റെ ഡിസേബിലിറ്റിയുടെ പെർസെൻറ്റേജ് ഒക്കെ പറയുന്നുണ്ടല്ലോ, ആ ഭാഗമായിരുന്നു. അപ്പോൾ അവിടെ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. 80 സബ്സെക്ഷൻ 5 എന്താ പറയണമെന്ന് വെച്ചാൽ 4%, ആദ്യം അത് 3% ആയിരുന്നു കേട്ടോ. 3% ഓഫ് ദ ടോട്ടൽ പോസ്റ്റിൻ്റെ 3% എംപ്ലോയീസ് ഓഫ് എവറി സൊസൈറ്റി ഷാൾ ബി റിസർവ്ഡ് ഫോർ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് പേഴ്സൺസ് എന്നായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതെന്തായി? പിന്നെ ഡിസേബിലിറ്റി 40% വേണമെന്നായിരുന്നു. ഡിസേബിലിറ്റി മാറ്റിയിട്ടില്ല കേട്ടോ. ഡിസേബിലിറ്റി 40% ഓർ എബവ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് സർട്ടിഫൈ ചെയ്യേണ്ടത് ഒരു മെഡിക്കൽ ബോർഡാണ്. അതിനനുസരിച്ചിട്ടുള്ള പ്രൊസീജിയർ ഓഫ് അപ്പോയിൻമെൻറ്റ് നടത്തും എന്നാണ് പറയണത്. അപ്പോൾ ഇവിടെ ചെറിയൊരു മാറ്റം വന്നു. ഇവിടെ എന്താ മാറ്റം വന്നത്? അന്ന് 3% ആയിരുന്നെങ്കിൽ ഇപ്പോൾ 4%, ടോട്ടൽ പോസ്റ്റിൻ്റെ 4% ആർക്ക് കൊടുക്കണം? എല്ലാ സൊസൈറ്റികളും റിസർവ് ചെയ്യണം ഫിസിക്കലി ഹാൻഡിക്യാപ്ഡായ ആൾക്കാർക്ക് വേണ്ടിയിട്ട്. അവിടെ ഡിസേബിലിറ്റിക്ക് മാറ്റമൊന്നും വന്നിട്ടില്ല. ഡിസേബിലിറ്റി അന്നും 40% ഓർ എബവ് ആയിരുന്നു, ഇപ്പോഴും 40% ഓർ എബവ് തന്നെയാണ്. അപ്പോൾ ഇവിടെ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. 4%, 3% എന്താക്കി മാറ്റി? 4% എന്നാക്കി മാറ്റി. ഡിസേബിലിറ്റി എത്ര തന്നെയാണ്? 40% ഓർ എബവ് തന്നെയാണ് കേട്ടോ. പിന്നെ ചെറുതായിട്ടൊരു പ്രൊവിഷൻ പോലെ കൂട്ടിച്ചേർത്തിട്ടുള്ളത് പണ്ട് ഉണ്ടായിരുന്നത് തന്നെയായിരുന്നു. പ്രൊവൈഡഡ് ദാറ്റ് ഇൻ സൊസൈറ്റീസ് വേർ ദർ ആർ മോർ ദാൻ 10, 10 കൂടുതലോ, അതുപോലെ തന്നെ 25 എംപ്ലോയീസ് എന്നായിരുന്നു കേട്ടോ. ആദ്യം 33 എന്നായിരുന്നു, പണ്ടത്തേൽ 33 എംപ്ലോയീസ് എന്നായിരുന്നു. ഇപ്പോൾ അത് 25 എന്നാക്കിയിട്ടുണ്ട്. മോർ ദാൻ 10 എന്നാൽ ലെസ് ദാൻ 25 എംപ്ലോയീസ്. അങ്ങനെ ഒരു ജീവനക്കാരുടെ നിയമന നിലയുള്ള ഒരു സൊസൈറ്റി ആണെങ്കിൽ അവിടെ മിനിമം 1 എംപ്ലോയി ബിലോങ്ങിങ് ടു ആരായിരിക്കണം? ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് പേഴ്സൺസ് ആയിരിക്കണം എന്ന് നിർബന്ധം വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. അപ്പോൾ അതാണ് ഈ ഭാഗത്ത് ഒരു പ്രധാനം എന്നുള്ള രീതിയിൽ പറയാനുള്ളത് കേട്ടോ. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒന്നും കൂടി പറയാം. സൊസൈറ്റികളുടെ നിയമനം, അതായത് സാധാരണ നമ്മളെ ഓഫീസേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആരാണ് നിയമിക്കുക? ഗവൺമെൻറ്റാണ് ക്ലാസിഫൈ ചെയ്യുക. എന്ത്? സ്റ്റേറ്റ് അക്കോർഡിംഗ് ടു ദർ ടൈപ്പ് ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ. പിന്നെ അതുപോലെ തന്നെ ആരുമായി കൺസൾട്ട് ചെയ്യണം? രജിസ്ട്രാറുമായി കൺസൾട്ട് ചെയ്ത ശേഷമാണ് അവരെന്ത് ചെയ്യുന്നത്? ഡെസിഗ്നേഷൻ ഓഫ് ഓഫീസേഴ്സും ഡിഫറെൻറ്റ് ക്ലാസ്സസൊക്കെ തീരുമാനിക്കുന്നത്. പിന്നെ ഗവൺമെൻറ്റാണ് അതിന് വേണ്ട റൂൾസൊക്കെ ഉണ്ടാക്കുന്നത്. ആര് തന്നെയാണ്? ഗവൺമെൻറ് ആണെന്ന് പറഞ്ഞു. പിന്നെ പ്രധാനപ്പെട്ട മാറ്റം വന്നത് 3A ഒരു മാറ്റം വന്നിട്ടുണ്ട്. 3A എന്ത് മാറ്റമാണ് വന്നത്? 3A വന്ന മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3A പറഞ്ഞിട്ടുണ്ട്, ചീഫ് എക്സിക്യൂട്ടീവ് ഒഴികെയുള്ള മറ്റ് ഓഫീസേഴ്സും ഉദ്യോഗസ്ഥരും എല്ലാം നിയമിക്കുന്നത് PSC ആധികാരികമായി എക്സാമൊക്കെ നടത്തിയിട്ട് ഒരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ആ ലിസ്റ്റിൽ നിന്നായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷെഡ്യൂൾ 1 പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കാര്യമാണ് കേട്ടോ. ഷെഡ്യൂൾ 1 പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഷെഡ്യൂൾ 1 പറഞ്ഞിട്ടുണ്ട് അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ എല്ലാം PSCക്ക് വിട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് പറയണത്. പിന്നെ ഈ ഒരു ചീഫ് എക്സിക്യൂട്ടീവിൻ്റെ ക്വാളിഫിക്കേഷൻസൊക്കെ ഫിക്സ് ചെയ്യുന്ന ആര് തന്നെയാണ്? ഗവൺമെൻറ് തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞ് 85 കാതലായ ഒരു മാറ്റം വന്നിട്ടുള്ളത്, പ്രിൻസിപ്പൽ ആക്ടിൽ പണ്ട് പറഞ്ഞിട്ടുള്ളത് എന്തായിരുന്നു? 4% ആയിരുന്നു പറഞ്ഞത്. പണ്ട് 3% ആയിരുന്നു പറഞ്ഞത്. ഇപ്പോൾ അത് 4% ആക്കിയിട്ട് ആ 3% ടോട്ടൽ പോസ്റ്റ് എംപ്ലോയീസ് ഓഫ് എവറി സൊസൈറ്റി ആർക്ക് വേണം? റിസർവ് ചെയ്യണം. ആർക്ക് വേണ്ടിയിട്ട്? ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് പേഴ്സൺസിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ അത് 4% എന്നാക്കിയിട്ടുണ്ട്. അതൊന്ന് ഓർത്തിരിക്കുക. 4% അതിൻ്റെ കൂടെ നമുക്ക് കൂട്ടി പഠിക്കാൻ എളുപ്പമാണ്. 40% എബവ് ഡിസേബിലിറ്റി വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് 4ഉം 40 അങ്ങനെ രീതിയിൽ ഓർത്ത് വയ്ക്കാമല്ലോ. 4ഉം 40% എബവ് അത് സർട്ടിഫൈ ചെയ്യണം ഒരു മെഡിക്കൽ ബോർഡ്. അതിനനുസരിച്ചുള്ള പ്രൊസീജിയേഴ്സിൽ അപ്പോയിൻമെൻറ്റ് നടത്തും. പിന്നെ ഈ ഒരു 10 കൂടുതലാവണം, മോർ ദാൻ 10 ആവണം. എന്നാൽ 25 കൂടാനും പാടില്ല, 25 താഴെ ആയിരിക്കണം. അങ്ങനെ നിയമനം അല്ലെങ്കിൽ അത്രയും എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ അവിടെ എത്ര പോസ്റ്റ് റിസർവ് ചെയ്യണം? മിനിമം 1 എംപ്ലോയി എന്നാണ് പറഞ്ഞത്. മിനിമം 1 എംപ്ലോയി ബിലോങ്ങിങ് ടു ആരായിരിക്കണം? ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് പേഴ്സൺസ് ആയിരിക്കണം എന്നും പറയുന്നുണ്ട്. അത് പണ്ടേ ഉള്ളത് തന്നെയാണ്. പണ്ട് പക്ഷേ ഈ 10ഉം
33 എംപ്ലോയീസ് എന്നായിരുന്നു അന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ അത് 10ഉം 25 എംപ്ലോയീസ് എന്നാക്കി മാറ്റിയിട്ടുണ്ട്. അതാണ് ഒരു മാറ്റം വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് ഈ ഭാഗത്ത് സെക്ഷൻ 80 വരുന്ന മാറ്റങ്ങളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഓഫീസേഴ്സ് എക്സെട്ര ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷൻ 80 ഉണ്ടല്ലോ, അതിൽ പറഞ്ഞിട്ടുള്ള മാറ്റമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ സെക്ഷൻ 80A എന്തൊക്കെയാണ് പറയുന്നത്, 80A എന്തൊക്കെയാണ് പറയുന്നത് നോക്കാം. അപ്പോൾ 80A ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, 80A പെൻഷൻ സ്കീമാണ് കേട്ടോ. 80A പെൻഷൻ സ്കീമുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ പെൻഷൻ സ്കീമിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കാം. സബ്സെക്ഷൻ 1 തന്നെയാണ് ചെറിയൊരു മാറ്റം വന്നിട്ടുള്ളത്. സബ്സെക്ഷൻ 1 പറയുന്നുണ്ട്, the government may by notification in the Gazette frame a self-financing pension scheme for the establishment of a pension fund for payment of pension to the employees of the society. എംപ്ലോയീസിന് പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് തുടങ്ങിയിട്ടുണ്ട്, ഒരു പെൻഷൻ ഫണ്ട് തുടങ്ങിയിട്ടുണ്ട്. അത് സെൽഫ് ഫിനാൻസിങ് പെൻഷൻ സ്കീം ഫ്രെയിം ചെയ്യുന്നത് ആരാണ്? ഒരു ഗസറ്റ് പബ്ലിഷ് ചെയ്യുന്നതിലൂടെ ഗവൺമെൻറ് ആണ് ഫ്രെയിം ചെയ്യുന്നത്. അത് ഏതൊക്കെ എംപ്ലോയീസിനാണെന്ന് അറിയാം. എംപ്ലോയീസ് ഓഫ് ദ ബോർഡ്സ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ ദ പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട്. പിന്നെ എംപ്ലോയീസ് ഓഫ് കോപ്പറേറ്റീവ് യൂണിയൻസ്. അന്ന് ബോർഡിലെ എംപ്ലോയീസിനെയും എംപ്ലോയീസ് ഓഫ് സൊസൈറ്റി, എംപ്ലോയീസ് ഓഫ് ദ ബോർഡ് അന്ന് രണ്ടുമാണ് പറഞ്ഞിരുന്നത്, മറ്റാരെയും പറഞ്ഞിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഒരു ചെറിയൊരു ക്ലോസ് കൂട്ടിച്ചേർത്തത് ആപ്ലിക്കബിൾ ടു എംപ്ലോയീസ് ഓഫ് കോപ്പറേറ്റീവ് യൂണിയൻസ് കൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എംപ്ലോയീസ് ഓഫ് കോപ്പറേറ്റീവ് യൂണിയൻസ് ഇൻ ദ സ്റ്റേറ്റ്, അതായത് SCU CCU പോലത്തെ യൂണിയൻസ് ഉണ്ടല്ലോ, അവരുടെ കാര്യം കൂടി ഇവിടെ പറഞ്ഞ് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ടതാണ്. ഇൻ ദ മാനർ പ്രൊവൈഡഡ് ദെറിൻ മേ അപ്പോയിൻറ്റ് ഡിഫറെൻറ്റ് ഡേറ്റ്സ് ഫോർ ദ അപ്ലിക്കേഷൻ ഓഫ് ദ സ്കീം ടു ഡിഫറെൻറ്റ് ക്ലാസസ് ഓഫ് സൊസൈറ്റീസ് ഓർ ബോർഡ്സ്. അപ്പോൾ പെൻഷൻ സ്കീമിൽ ആരെക്കുറിച്ചൊക്കെയാണ് പറയണത്? സെൽഫ് ഫിനാൻസിങ് പെൻഷൻ സ്കീമിൻ്റെ അണ്ടറിൽ വരുന്ന ആരൊക്കെയാണ് പറഞ്ഞു വെച്ചാൽ എംപ്ലോയീസ് ഓഫ് ദ സൊസൈറ്റി, പിന്നെ എംപ്ലോയീസ് ഓഫ് ദ ബോർഡ്, പിന്നെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്, ഇപ്പോൾ പുതിയൊരു ക്ലോസ് ആഡ് ചെയ്തിട്ടുള്ളത് അപ്ലിക്കബിൾ ടു എംപ്ലോയീസ് ഓഫ് കോപ്പറേറ്റീവ് യൂണിയൻ ഇൻ ദ സ്റ്റേറ്റ്. അപ്പോൾ 3 കാറ്റഗറി ഓഫ് എംപ്ലോയീസിൻ്റെ കാര്യമാണ് പെൻഷൻ സ്കീമിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ ആൾക്കാർ ആരാണ്? എംപ്ലോയീസ് ഓഫ് ദ സൊസൈറ്റീസ്, പിന്നെ എംപ്ലോയീസ് ഓഫ് ദ ബോർഡ്സ്, പിന്നുള്ളത് ആരാണ്? ഇപ്പോൾ ആപ്ലിക്കബിൾ ടു എംപ്ലോയീസ് ഓഫ് കോപ്പറേറ്റീവ് യൂണിയൻസ് ഇൻ ദ സ്റ്റേറ്റ് ആസ് പെർ ദിസ് അമെൻമെൻറ്റ്. ഈ അമെൻമെൻറ്റ് പ്രകാരം അവരെ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് ഓർത്തിരിക്കുക. അത് 80A പെൻഷൻ സ്കീമാണ്. 80A സബ്സെക്ഷൻ 1 അങ്ങനെ ഒരു മാറ്റം വന്നിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഈ ഒരു പെൻഷൻ സ്കീമിൽ സെൽഫ് ഫിനാൻസിങ് പെൻഷൻ സ്കീം ഫ്രെയിം ചെയ്തതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഫ്രെയിം ചെയ്യുന്നത് ഏത് പ്രകാരമാണ്? സബ്സെക്ഷൻ 1 പ്രകാരമാണ് ഫ്രെയിം ചെയ്യുന്നത്. അപ്പോൾ ആർക്കൊക്കെയാണ് ഇതിൽ പെൻഷൻ അപ്ലൈ ചെയ്യാൻ പറ്റണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിട്ടയർ ചെയ്ത പേഴ്സൺസ് ആസ് മേ ബി സ്പെസിഫൈഡ് ദെറിൻ ടു പേഴ്സൺസ് retired from service of any society during the period between 1st January 1974, 1st January 1974 തൊട്ട് പിന്നെ അതുപോലെ 3rd June 1993 കേട്ടോ, ആൻഡ് ആർ അലൈവ്. അങ്ങനെ അവർ ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യാം? ഈ ഒരു പെൻഷൻ സ്കീമിൽ അംഗമാവാമെന്നാണ് പറയണത് കേട്ടോ. എന്താ പറയണത്? 1st January 1974 തൊട്ടിട്ട് ആൻഡ് 3rd June 1993 ആൻഡ് ആർ അലൈവ്. അതിൽ അങ്ങനെ പേഴ്സൺസിനെ ഇതിൽ ആഡ് ചെയ്യാം എന്നാണ് പറയുന്നത്. ആസ് മേ ബി സ്പെസിഫൈഡ് ദെറിൻ ടു പേഴ്സൺസ് റിട്ടയേർഡ് ഫ്രം സർവീസ് ഓഫ് എനി സൊസൈറ്റി ഡ്യൂറിങ് ദ പീരിയഡ് ബിറ്റ്വീൻ 1st January 1974 ആൻഡ് 3rd June 1993 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അത് അവർ അലൈവ് ജീവിച്ചിരിക്കുന്നവരിലിടെ അവർക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ ഇടയിൽ ഉള്ളവർക്ക് റിട്ടയർമെൻറ്റിൻ്റെ ഈ സെൽഫ് ഫിനാൻസിങ് പെൻഷൻ സ്കീമിൻ്റെ കൂടി അവർക്കും കൂടി അതിൽ പങ്കാളിത്തം ഉറപ്പാക്കും. അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ സബ്സെക്ഷൻ 2 പെൻഷൻ ഫണ്ടിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. സെൽഫ് ഫിനാൻസിങ് പെൻഷൻ സ്കീം ഫ്രെയിം ചെയ്യുന്നത് ഷാൾ വെസ്റ്റ് ഇൻ ആൻഡ് അഡ്മിനിസ്ട്രേറ്റഡ് ബൈ സച്ച് ബോഡി ഓർ അതോറിറ്റി ആസ് മേ ബി സ്പെസിഫൈഡ് ഇൻ ദ സെഡ് സ്കീം. സ്കീമിൽ പറഞ്ഞിട്ടുള്ള പ്രകാരമാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. 80A ചെറിയൊരു മാറ്റേ വന്നിട്ടുള്ളൂ. അത് നമ്മൾ പറഞ്ഞു. മറ്റേ എംപ്ലോയീസ് ഓഫ് കോപ്പറേറ്റീവ് യൂണിയൻസിനെ കൂടി ഇൻക്ലൂഡ് ചെയ്തു. അത്രയാണ് 80A വന്ന മാറ്റം കേട്ടോ. പിന്നെ 80B എന്ത് മാറ്റമാണ് വന്നിട്ടുള്ളത് നോക്കാം. 80B എന്ത് മാറ്റമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 80B എന്താണ്? കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡാണ് 80B അല്ലേ. അപ്പോൾ 80B പ്രധാനപ്പെട്ടതാണ്. കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡുമായി ബന്ധപ്പെട്ടതാണ് 80B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ 80B പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, 80B പറഞ്ഞിട്ടുണ്ട് റിക്രൂട്ട്മെൻറ്റിനെ കുറിച്ചിട്ട് തന്നെയാണ് പറയണത്.
അതായത് ഗവൺമെൻറ് ഷാൾ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചു, ഗസറ്റ് കൊടുത്തു, എന്നിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു ഒരു കോപ്പറേറ്റീവ് എക്സാമിനേഷൻ ബോർഡിനെ. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ദ കണ്ടക്ട് ഓഫ് റിട്ടൺ എക്സാമിനേഷൻ, എഴുത്തു പരീക്ഷ നടത്താൻ വേണ്ടിയിട്ടാണ് അല്ലേ. ഫോർ ഓൾ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ടു ദ പോസ്റ്റ്, ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് നടത്താനാണ്. ഏതൊക്കെ പോസ്റ്റിലേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻഡ് എബവ് ദ കാറ്റഗറി ഓഫ് ജൂനിയർ ക്ലർക്ക് ഇൻ ഓൾ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ മാത്രമല്ല ബോർഡുകളിലും ആൻഡ് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ രജിസ്ട്രാർ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആരുടെയൊക്കെയാണ്? അതായത് ജൂനിയർ ക്ലർക്ക്, പിന്നെ അതുപോലെ തന്നെ ആർക്കാണ്? ബോർഡുകൾ, പിന്നെ അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ, രജിസ്ട്രാർ കൺട്രോൾ ചെയ്യുന്ന മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കും എന്ത് ചെയ്യണം? ജൂനിയർ ക്ലർക്കിൻ്റെ അപ്പോയിൻമെൻറ്റ്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരീക്ഷ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് 80B പ്രകാരമുള്ള കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് രൂപീകരിച്ചിട്ടുള്ളത് ഗവൺമെൻറ്. അപ്പോൾ അതാണ് പറയണത്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് കേട്ടോ. പിന്നെ പ്രൊവൈഡഡ് ദാറ്റ് ദ രജിസ്ട്രാർ മേ ടേക്കിംഗ് ഇൻ ടു കൺസിഡറേഷൻ ഫിനാൻഷ്യൽ കപ്പാസിറ്റി, അതുപോലെ വയബിലിറ്റി ഓഫ് സച്ച് സൊസൈറ്റി, ഇതൊക്കെ രജിസ്ട്രാർ എന്ത് ചെയ്യണം? പരിഗണനയിൽ എടുക്കണം അല്ലേ. എക്സംപ്റ്റ് എനി സൊസൈറ്റി ഓർ ക്ലാസ് ഓഫ് സൊസൈറ്റീസ് ഫ്രം ദ പ്രൊവിഷൻസ് ഓഫ് ദിസ് സബ്സെക്ഷൻസ് ഇൻ ദ മാനർ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് എന്ന് ചെയ്യുമ്പോൾ രജിസ്ട്രാർ കുറച്ച് കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ട് വേണം ഇതൊക്കെ തീരുമാനിക്കാൻ. ഓക്കെ, അപ്പോൾ അത് പിന്നെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ നമ്മൾ എക്സാമിനേഷൻ ബോർഡുമായിട്ട് ബന്ധപ്പെട്ടത് നമ്മൾ വേറെ പഠിച്ചിരിക്കേണ്ടത് എന്താണ്? എക്സാമിനേഷൻ ബോർഡിൽ എത്ര ആൾക്കാരാണുള്ളത്? നോട്ട് മോർ ദാൻ 3 മെമ്പേഴ്സാണ് ഉള്ളതെന്ന് ഓർത്തിരിക്കണം. എത്രയാണ്? നോട്ട് മോർ ദാൻ 3 മെമ്പേഴ്സാണ് എക്സാമിനേഷൻ ബോർഡ് ഉള്ളത് എന്ന് ആലോചിക്കുക. പിന്നെ എക്സാമിനേഷൻ ബോർഡിൻ്റെ കാലാവധി എത്രയാണ്? ടേം ഓഫ് ദ ബോർഡ് എത്രയാണ്? ടേം ഓഫ് ദ ബോർഡ് 5 years ആണ് കേട്ടോ. അതൊന്ന് ഓർത്തിരിക്കണം. പിന്നെ കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് ഈ എക്സാം മാത്രമേ കണ്ടക്ട് ചെയ്യുള്ളൂ. പ്രൊമോഷൻ ഉണ്ട് കേട്ടോ. എംപ്ലോയീസിൻ്റെ പ്രൊമോഷൻ ടെസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള കോമ്പറ്റീറ്റീവ് ഓർ ക്വാളിഫയിങ് എക്സാമിനേഷൻ പ്രൊമോഷൻസുമായി ബന്ധപ്പെട്ട് നടത്തുന്നതും ആര് തന്നെയാണ്? കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡാണ്. അത് സബ്സെക്ഷൻ 1A പ്രതിപാദിച്ചിട്ടുള്ളത് കേട്ടോ. പ്രൊമോഷൻ എക്സാമിൻ്റെ കാര്യം പറഞ്ഞിട്ടുള്ളത് എന്തിലാണ്? സബ്സെക്ഷൻ 1A പറഞ്ഞിട്ടുള്ളത്. പിന്നെ സബ്സെക്ഷൻ 2 പറഞ്ഞിട്ടുള്ളത് ഈ ഒരു കാലാവധിയും അതുപോലെ തന്നെ നോട്ട് മോർ ദാൻ 3 മെമ്പേഴ്സ് എന്നും പറഞ്ഞിട്ടുള്ളത് സബ്സെക്ഷൻ 2 അതൊക്കെ 80Bയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് എന്നാണ് 80Bയിൽ പറയുന്നത്. അപ്പോൾ ബോർഡിൻ്റെ കാലാവധി എത്രയാണ്? 5 വർഷമാണ്. പിന്നെ ബോർഡിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? നോട്ട് മോർ ദാൻ 3 മെമ്പേഴ്സാണ്. ഓക്കെ, അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, അതായത് കോൺട്രാക്റ്റ് നിയമനങ്ങൾ കാണാറുണ്ട് അല്ലേ. കോപ്പറേറ്റീവ് സർവീസിൻ്റെ ഈ സൊസൈറ്റികളിലൊക്കെ അത് ലോയിൽ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട് കേട്ടോ. സബ്സെക്ഷൻ 4 പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോൾ അപ്രൂവൽ ആരുടെ? രജിസ്ട്രാറുടെ പ്രയർ അപ്രൂവൽ വാങ്ങിയതിന് ശേഷം പ്രൊഫഷണലി ഓർ ടെക്നിക്കലി ക്വാളിഫൈഡ് പേഴ്സൺസ്, എക്സ്പീരിയൻസ്ഡ് പേഴ്സൺസ് ആവശ്യമായി വരുന്ന പോസ്റ്റുകളിലേക്ക് അവർക്ക് എന്ത് നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്? കോൺട്രാക്റ്റ് ബേസിസിൽ ഡെപ്യൂട്ടേഷൻ കൊടുക്കാം. അതായത് കോൺട്രാക്റ്റ് ബേസിൽ, ഡെപ്യൂട്ടേഷൻ ബേസിൽ അവർക്ക് നിയമനങ്ങൾ നടത്താം എന്ന് സെക്ഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് പറയുന്ന സെക്ഷൻ ഏതാണ്? 80Bയിൽ സബ്സെക്ഷൻ 4 അത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് കേട്ടോ. കോൺട്രാക്റ്റ് നിയമനങ്ങളും ഡെപ്യൂട്ടേഷൻസും നടത്താം. ആരുടെ അറിവോട് കൂടി വേണം? വിത്ത് ദ പ്രയർ അപ്രൂവൽ ഓഫ് ദ രജിസ്ട്രാർ ആണ്. എന്നിട്ടാണ് ഇത്തരത്തിലുള്ള വ്യക്തികളെ അപ്പോയിൻറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അവർ പ്രൊഫഷണലി ഒരു ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ആ പോസ്റ്റിന് എക്സ്പീരിയൻസ് വേണം, എക്സ്പെർട്ടൈസ് ചെയ്ത ആൾക്കാരാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങനെ വെക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാവരും അങ്ങനെ വെക്കാമെന്നല്ല, പക്ഷെ അങ്ങനെ വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനൊരു ബട്ട് നോട്ട് എക്സീഡിങ് 5 years, 5 വർഷത്തിൽ കൂടുതൽ അങ്ങനെ കാലാവധി കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ബട്ട് നോട്ട് എക്സീഡിങ് 5 years എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു പോയിന്റ് ശ്രദ്ധിക്കണം. അപ്പോൾ അതൊന്ന് ചോദിച്ച് കണ്ടിട്ടുണ്ടോ വെച്ചാൽ സർവീസ് എക്സാമിനേഷൻ ബോർഡിൻ്റെ നോട്ട് മോർ ദാൻ 3 മെമ്പേഴ്സും അതുപോലെ തന്നെ 5 years എപ്പോഴും ചോദിക്കാറുണ്ട്. അതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും കടന്നു വന്നേക്കാം അല്ലേ. എപ്പോൾ വേണമെങ്കിലും ഇപ്പോൾ സൊസൈറ്റി ഉള്ളിൽ നിന്നാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്, ബോർഡ് ഉള്ളിൽ നിന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതൊക്കെ അറിഞ്ഞിരിക്കണം. ബോർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ, അതുകൊണ്ട്. അപ്പോൾ ബോർഡുമായി ബന്ധപ്പെട്ടിട്ട് വന്നൊരു മാറ്റം നമ്മൾ പറഞ്ഞു. ജൂനിയർ ക്ലർക്ക് ഏതൊക്കെ പോസ്റ്റിലേക്കാണ് ജൂനിയർ ക്ലർക്കുകളെ അപ്പോയിൻറ്റ് ചെയ്യേണ്ടത്? സൊസൈറ്റിയിലേക്കും ബോർഡിലേക്കും അതുപോലെ തന്നെ രജിസ്ട്രാർക്ക് കൺട്രോളിലുള്ള ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസ്ക്ക്, ഇവർക്കൊക്കെ നടത്തേണ്ടത് ആരാണ്? കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡാണ് എക്സാം നടത്തേണ്ടതെന്ന് പറഞ്ഞു.
അതൊരു പ്രധാനപ്പെട്ടതാണ്. പിന്നെ കോർപ്പറേഷൻ സർവീസ് എക്സാമിനേഷൻ ബോർഡ് പ്രൊമോഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. പ്രൊമോഷൻ ഓഫ് എംപ്ലോയീസിന് വേണ്ടിയിട്ടുള്ള ചെയ്യുന്നുണ്ട്. അതിൽ തൽക്കാലം മാറ്റമൊന്നും വന്നിട്ടില്ല. മാറ്റം വന്നത് ഈ ഒരു കാര്യം മാത്രമാണ്. പിന്നെ അവരുടെ വയബിലിറ്റി കപ്പാസിറ്റി ഒക്കെ നോക്കണം. ഫിനാൻഷ്യൽ കപ്പാസിറ്റിയും വയബിലിറ്റി ഓഫ് സൊസൈറ്റി ഒക്കെ നോക്കിയിട്ട് വേണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ രജിസ്ട്രാർ തീരുമാനിക്കാമെന്ന് പറഞ്ഞു. പിന്നെ എക്സാമിനേഷൻ ബോർഡിൻ്റെ നോട്ട് മോർ ദാൻ 3 മെമ്പേഴ്സ് ആണെന്ന് പറഞ്ഞു. പിന്നെ ബോർഡിന് 5 വർഷമാണ് കാലാവധി പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞു. പിന്നെ ഇപ്പോൾ ബോർഡിൽ കോൺട്രാക്ട് നിയമനങ്ങൾ നടത്താൻ പാടുമെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും പാടുമെന്ന് സബ്സെക്ഷൻ 4 തന്നെ പറയുന്നുണ്ട്. കോൺട്രാക്ട് നിയമനങ്ങളോ ടെക്നിക്കൽ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ആവശ്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ മെത്തേഡ് ഓഫ് ഡെപ്യൂട്ടേഷൻ ബേസിലോ കൊടുക്കാം. അവർക്ക് എത്ര വർഷം കൂടാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബട്ട് നോട്ട് എക്സീഡിങ് 5 years എന്നാണ് പറയണത്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ ഒരു 80B ബന്ധപ്പെട്ട് പറയണത് കേട്ടോ. അപ്പോൾ 80 ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട അമെൻമെൻറ്റുകളാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ ഇത്രയും പോയിന്റുകൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ബാക്കി ഫാക്റ്റുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക്